ഏവർക്കും PSC മാത്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് ചാനലിലേക്ക് സ്വാഗതം. PSC മാത്സിൽ സ്ഥിരമായി ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ചോദ്യം എന്നത് 2025 കലണ്ടർ വീണ്ടും ഉപയോഗിക്കുവാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം. ഇത് സാധാരണയായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചിലപ്പോൾ നമുക്ക് 2025 ആയിരിക്കത്തില്ല, 2026 ആയിരിക്കും, 27 ആയിരിക്കും. എല്ലാത്തിനും ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് കിട്ടിയ വർഷത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 6 4 24 ശിഷ്ടം 1 കിട്ടി. നമുക്കിപ്പോൾ ശിഷ്ടം 1 ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് 6 ആണ് ആഡ് ചെയ്യേണ്ടത്. അതായത് ആ വർഷത്തിൻ്റെ കൂടെ 6 ആഡ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് കിട്ടിയത് 2025. അപ്പോൾ 2025-ൻ്റെ കൂടെ 6 കൂട്ടുക. 6 കൂട്ടുമ്പോൾ 2031. 2031 ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ട അടുത്ത കലണ്ടർ എന്ന് പറയുന്നത്. അപ്പം ആൻസർ 2031. ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. 0 ശിഷ്ടം കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ 28 കൂട്ടുക. ചിലപ്പോൾ 2 or 3 ആണ് കിട്ടുന്നതെങ്കിൽ ശിഷ്ടമെങ്കിൽ അപ്പോൾ നമുക്ക് 11 കൂട്ടും. നമുക്ക് വേറൊരു കണക്ക് പറയാം. 2026 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2026 ആണെങ്കിൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ശിഷ്ടം നമുക്ക് കിട്ടിയത് 2. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 or 3 ആണ് കിട്ടുന്നതെങ്കിൽ 2 or 3 ആണ് കിട്ടുന്നതെങ്കിൽ 11 കൊണ്ട് കൂട്ടുക. അപ്പോൾ 2026-നെ 11 കൊണ്ട് കൂട്ടുമ്പോൾ 2037. 2037 ആയിരിക്കും അടുത്ത വട്ടം നമ്മൾ ഉപയോഗിക്കേണ്ട കലണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം പറഞ്ഞാൽ ഈ കോഡാണ്. 0 ആണ് ശിഷ്ടം കിട്ടുന്നതെങ്കിൽ 28, 1 ആണ് കിട്ടുന്നതെങ്കിൽ 6, 2 or 3 ആണ് കിട്ടുന്നതെങ്കിൽ 11. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ടുള്ളവർ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ.